എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ 3 വീഡിയോസിൽ നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3യുടെ കൺസെപ്റ്റ്, ഓരോ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം അതിൽ കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയറും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MO and MO2 are 2 oxides of metal. How will you illustrate the law of multiple proportion if in the first oxide there is 78.7% and in the second oxide there is 64.5% of metal? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം. എന്നാലും നമ്മൾ ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആയ കാരണം ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സാമ്പിൾ 1 എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തത്. പിന്നെ അതിൽ ഓക്സിജൻ്റെ മാസ് എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സാമ്പിൾ 2, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആരെങ്കിലും വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ, പാർട്ട് 1ഉം 2ഉം 3ഉം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ടെസ്റ്റ് യുവർ സെൽഫ് ചെയ്യണതായിരിക്കും, ഈ ആൻസേഴ്സ് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ സാമ്പിൾ 1ൽ നമ്മൾ മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ് ഈക്വൽ ടു 100 എഴുതി. മാസ് ഓഫ് മെറ്റൽ 78.7 ഗ്രാം എഴുതി. കാരണം ഫസ്റ്റ് പെർസെൻറ്റേജ് വെച്ചിരിക്കുന്നത് 78.7 ഗ്രാം 7% എന്നാണ്. അപ്പോൾ 78.7 ഗ്രാം എഴുതി. അപ്പോൾ മാസ് ഓഫ് ഓക്സിജൻ എന്തായിരിക്കും? 100 - 78.7 ഈക്വൽ ടു 21.3 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 78.7 ഗ്രാം മെറ്റൽ 21.3 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമെങ്കിൽ 1 ഗ്രാം മെറ്റൽ എത്ര ഗ്രാം ഓഫ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ 21.3 × 1 / 78.7 0.27 ഗ്രാം ഓഫ് ഓക്സിജൻ. ഇനി സാമ്പിൾ 2. സാമ്പിൾ 2ൽ മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ് ഈക്വൽ ടു 100 ഗ്രാം ആൻഡ് മാസ് ഓഫ് മെറ്റൽ എത്ര പെർസെൻറ്റേജ് തന്നെയാണ്? 64.5%. അപ്പോൾ 64.5 ഗ്രാം എഴുതും. മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 - 64.5, അതായത് 35.5 ഗ്രാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 64.5 ഗ്രാം മെറ്റൽ 35.5 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ 1 ഗ്രാം മെറ്റൽ എത്ര ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 × 35.5 / 64.5 0.55 ഗ്രാം ഓഫ് ഓക്സിജനാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്താ പറഞ്ഞേ? ഡിഫറെൻറ്റ് മാസസ് ഉള്ള എലമെൻറ്റിൻ്റെ മാസിൻ്റെ റേഷ്യോസ് എടുക്കുമ്പോൾ ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ നോക്കുക, റേഷ്യോ ഓഫ് മാസ് ഓഫ് ഓക്സിജൻ ഇതിൽ ഏതാ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്? മെറ്റലിൻ്റെ അല്ലേ. ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഓക്സിജൻ്റെ മാസാണ്. സോ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഓക്സിജൻ വിച്ച് കമ്പൈൻസ് വിത്ത് ദ മെറ്റൽ ഇൻ 1 ഗ്രാം ഓഫ് മെറ്റൽ ഇൻ ദ 2 സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ 0.27 = 0.55. അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ 1:1:2 റേഷ്യോ കിട്ടും, വിച്ച് ഇസ് എ സിമ്പിൾ റേഷ്യോ. എന്നിട്ട് എന്താ എഴുതേണ്ടത്? അത് നമ്മളെപ്പോഴും മറക്കണ കാര്യമാണെന്ന് പറയാറുണ്ടല്ലേ. ഹെൻസ് ദ ലോസ് ഇലിസ്ട്രേറ്റഡ് എന്ന് എഴുതണം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത്. 2 elements carbon and hydrogen combine to form C2H6, C2H4 and C2H2. Identify the law illustrated here. മാർച്ച് 2017 ചോദിച്ച ചോദ്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 എലമെൻറ്റ്സ് കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് ഡിഫറെൻറ്റ് കമ്പൗണ്ട്സ് തരുന്നുണ്ട്. C2H6, C2H4, C2H2. ഈ ലോ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഏതാണ് ലോ? 2 എലമെൻറ്റ്സ് കൂടി കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ കോമ്പൗണ്ട്സ് തരുമ്പോൾ അതേതാ ലോ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇനി നമ്മൾ 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. 7th ക്വസ്റ്റ്യൻ ഇതായിരുന്നു. An organic compound contain C equal to 61%, H equal to 11.8% and the rest is oxygen. If the vapor density is 59, find the molecular formula. എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പമാണ്. എങ്ങനെയാണ് നോക്കാം. എലമെൻറ്റ്സ്, പെർസെൻറ്റേജ്, റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, സിംപ്ലസ്റ്റ് റേഷ്യോ, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞ കോളംസ് ഉണ്ടാക്കുക. സിയും എച്ചും ഓനെയും പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സി എത്ര പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്? 61 ആണ് തന്നിട്ടുണ്ട് അല്ലേ. 61% ആണ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. H 11.8 ആണ്. O എത്രയാണെന്ന് തന്നിട്ടില്ല, റെസ്റ്റ് ഇസ് ഓക്സിജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. O എത്രയാണ്? അപ്പോൾ 100 - 61 + 11.8. 61 + 11.8 എത്രയാണ്? 72.
27.8. 100 നിന്ന് അത് മൈനസ് ചെയ്യുമ്പോൾ 27.2% ആണ്. അപ്പോൾ 27.2 എഴുതുക. നമുക്ക് തോന്നുന്നുണ്ടാവും 100 നിന്ന് എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് ചെയ്യണത്. ഞാൻ മുമ്പത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ തരുന്ന എലമെൻസിൻ്റെ പെർസെൻറ്റേജസ് എല്ലാം ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് അറിയാണ്ടുണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 100 നിന്ന് 72 ബാക്കിയുള്ള എലമെൻസിൻ്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ടുള്ള സം 100 നിന്ന് മൈനസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പെർസെൻറ്റേജസ് എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ 100 എത്തിയില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ ഏതോ ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് മിസ്സിങ് ആണെന്ന് വയ്ക്കാം. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എന്നിട്ട് 100 നിന്ന് മറ്റ് 2 or 3 എത്ര എലമെൻസിൻ്റെയാണ് പെർസെൻറ്റേജ് എന്നതിന് അതെല്ലാം കൂടി ആഡ് ചെയ്ത് 100 നിന്ന് മൈനസ് ചെയ്താൽ ഏതാണോ അൺനോൺ എലമെൻറ്റ് ആ അൺനോൺ എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണുക കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ബ്രോമിൻ ഇങ്ങനത്തെ എലമെൻറ്റ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജൻ ആണ്, റെസ്റ്റ് ഇസ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ചില കേസസിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പെർസെൻറ്റേജസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 99 കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് മിസ്സിങ് ആണെന്ന് വിചാരിക്കരുത്. അത് ചെറിയൊരു വേരിയേഷൻ ആണ് തന്നിരിക്കുന്ന പോയിൻറ്റ്സിൽ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും. അതായത് നമ്മൾ എല്ലാ എലിമെൻസിൻ്റെയും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടില്ല, പകരം 99 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതൊരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് മിസ്സിങ് ആണെന്നല്ല, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം തന്നിരിക്കുന്നത് വെച്ചിട്ട്. അതിലൊന്നും മിസ്സിങ് ഇല്ല അങ്ങനത്തെ ഒരു കേസിൽ കേട്ടോ. അപ്പോൾ അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേസിൽ ഇപ്പോൾ നമുക്ക് മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്തായാലും. റെസ്റ്റ് ഇസ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 27.2 എന്നാണ് എടുക്കാം. ഇനി റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കാണാം. സീൻ്റെ എന്താ, കാർബണിൻ്റെ എന്താ 61% ബൈ അറ്റോമിക് മാസ് ആണല്ലോ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്. 61/12 = 5.08. ഹൈഡ്രജൻ്റെ 11.8/1 11.8 തന്നെ. 27.2/16 ആണ് ഓക്സിജൻ്റെ, അതെന്താ 1.7. ഇനി സിംപ്ലസ്റ്റ് റേഷ്യോ ഇതിലേതാ 1.7 അല്ലേ. 5.08-നേക്കാട്ടും 11.8-നേക്കാട്ടും ചെറുത് 1.7 ആണ്. സോ 1.7 കൊണ്ട് എല്ലാം ഡിവൈഡ് ചെയ്യുക. 5.08 1.7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.98 കിട്ടും. 11.8 1.7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.94 കിട്ടും. 1.7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് 2.9 അല്ലേ, അപ്പോൾ 3ലേക്ക് അടുത്തു. അപ്പോൾ 3 ആണ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് അപ്രോക്സ് ഇത് കിട്ടുക. 6.94ൽ 7 1 തന്നെ. അപ്പോൾ എംപിരിക്കൽ ഫോമിൽ എന്ത് കിട്ടും? കാർബൺ 3 ഹൈഡ്രജൻ 7 ഓക്സിജൻ 1 C3H7O ആണ് എംപിരിക്കൽ ഫോമുല. അങ്ങനെയാണെങ്കിൽ N = മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോമുല മാസ് എന്നല്ലേ. മോളിക്കുലർ മാസ് ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വേപ്പർ ഡെൻസിറ്റി × 2 മോളിക്കുലർ മാസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 59 × 2/59 എന്ന് പറഞ്ഞാൽ 2 ആണ്. 59 എങ്ങനെ കിട്ടി? 3 × 12 + 7 × 1 + 60 അതാണ് 59. മോളിക്കുലർ ഫോമുല എന്താ? N × എംപിരിക്കൽ ഫോമുല 2 × C3H7O C6H14O2 ആണ് മോളിക്കുലർ ഫോമുല. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കമ്പൗണ്ട് ഗിവ് ദ ഫോളോയിങ് കമ്പോസിഷൻ. C = 58.53%, H = 4.06%, N = 11.38%. If the molecular mass is 1, 2, 3, what is the molecular formula? അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം കൂടിയ 100 ആവുമോ? 100 ആവില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുന്ന ക്ലൂ? ഏതോ ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് അവർ തന്നിട്ടില്ല, മിസ്സിങ് ആണ്. അപ്പോൾ നമ്മളത് 100 കൊണ്ട് മൈനസ് ചെയ്യാം. നമ്മൾ ഓക്സിജനായിട്ട് എടുക്കുക ആ ഒരു എലമെൻറ്റിന്. ഓക്കെ, അപ്പോൾ 100 നിന്ന് 58.53 + 4.06 + 11.3 സമ്മ് മൈനസ് ചെയ്താൽ 26.03% എന്ന് കിട്ടും. അത് ആദ്യം തന്നെ കണ്ടുവയ്ക്കുക. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന പെർസെൻറ്റേജസിൻ്റെ സം എല്ലാം കൂടി 100 ആവുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഏതോ ഒരു എലമെൻറ്റിൻ്റെ മിസ്സിങ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം 100 നിന്ന് അവരുടെ ആ സമ്മ് മൈനസ് ചെയ്യാം. 99 ആണ് നിങ്ങൾക്ക് ആ പെർസെൻറ്റേജസ് എല്ലാം ആഡ് ചെയ്ത് ആദ്യം തന്നെ കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, വേറെ ആരുടെയും കണ്ടുപിടിക്കാനില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ബോക്സ് വരയ്ക്കാം കേട്ടോ. എലമെൻറ്റ്സ്, പെർസെൻറ്റേജ്, റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്.
കാർബൺ എന്താ 58.53 ആണ് തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. ഹൈഡ്രജൻ്റെ എന്താ 4.06. ഓക്സിജൻ്റെയോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 26.03. നൈട്രജൻ്റെ 11.38. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്താ 58.53/12. അറ്റോമിക് മാസ് 12. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു 4.87. 4.06/1 ആണ് ഹൈഡ്രജൻ്റെ, അതായത് 4.06 തന്നെ. 26.03/16 ആണ് ഓക്സിജൻ്റെ, അതായത് 1.62. 11.38/14 ആണ് നൈട്രജൻ്റെ, 0.81. സിംപ്ലസ്റ്റ് റേഷ്യോ അതേതിൽ 0.81 അല്ലേ? അതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4.87/0.81 ഡിവൈഡ് ചെയ്യുമ്പോൾ 6.01 കിട്ടും. ഹൈഡ്രജൻ ഇസ് 4.06/0.81 ഡിവൈഡ് ചെയ്യുമ്പോൾ 5.01 കിട്ടും. ഓക്സിജന് 1.62 ഡിവൈഡഡ് ബൈ 0.81 ചെയ്യുമ്പോൾ 2 കിട്ടും. നൈട്രജന് 0.81/0.81 ചെയ്യുമ്പോൾ 1 കിട്ടും. 6.01 അപ്രോക്സ് ചെയ്ത് 6 ആക്കാം. 5.01 അപ്രോക്സ് ചെയ്ത് 5 ആക്കാം. 2 അപ്രോക്സ് ചെയ്യേണ്ട 2 തന്നെയാണ്. അപ്പോൾ 2 എഴുതി 1 തന്നെയാണ്. ഇനി അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? നമുക്ക് 6 കാർബൺ ഉണ്ട്, 5 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ, 1 നൈട്രജൻ. അപ്പോൾ എന്ത് കിട്ടി? C6H5O2N. ഇനി നമ്മൾ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്നാണ് അല്ലേ? അപ്പോൾ N എന്നിങ്ങനെ കാണും മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ ഫോർമുല അവർ ഓൾറെഡി തന്നിട്ടുണ്ട് 1, 2, 3 ആണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കിട്ടും? 6 × 12 + 5 + 2 × 16 + 14. 1, 2, 3 ആണ് ഈക്വൽ ടു 1. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല 1 ഇൻറ്റു C6H5O2N. എന്താ ആൻസർ? C6H5O2N തന്നെ. ഇനി അടുത്തത് 11th ക്വസ്റ്റ്യൻ. Empirical formula represents the simplest whole number ratio of various atoms present in a compound. Give the relation between empirical formula and molecular formula. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ റിലേഷൻ. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. An organic compound has following percentage composition. C equal to 12.36%, H equal to 2.13%, and bromine Br equal to 85%. Its vapor density is 94. Find its molecular formula. September 2016 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എല്ലാം ഒരേ ടൈപ്പാണ്, പക്ഷേ എലമെൻസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എന്താ പറഞ്ഞിരിക്കണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പെർസെൻറ്റേജസ് എല്ലാം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നോക്കൂ. 12.36ഉം 2.13ഉം 85 കൂടി ആഡ് ചെയ്യുമ്പോൾ 99.49. നമ്മുടെ ആ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നു അല്ലേ? 100ൻ്റെ അടുത്തുള്ള ഒരു നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി വേറൊരു എലമെൻറ്റ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ബ്രോമിൻ മാത്രമേ ഈ കോമ്പൗണ്ടിലുള്ളൂ. അപ്പോൾ പെർസെൻറ്റേജ് എത്ര തന്നിരിക്കുന്നത്? കാർബണിൻ്റെ 12.36, ഹൈഡ്രജൻ്റെ 2.13, ബ്രോമിൻ്റെ 85. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്താ? കാർബണിൻ്റെ 12.36/12, ദാറ്റ് ഈസ് 1.03. ഹൈഡ്രജൻ്റെ 2.13/1, 2.13 തന്നെ. 85 ബ്രോമിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 80 ആണ്. സോ 85/80 എന്ന് പറയുമ്പോൾ 1.06. സിംപ്ലസ്റ്റ് റേഷ്യോ ഏതായാൽ 1.03 അല്ലേ? 1.03 ഡിവൈഡഡ് ബൈ 1.03 1. 2.13/1.03 2.06. 1.06/1.03 1.02. 1 നമ്മൾ 1 തന്നെ എഴുതി. 2.06നെ 2ലേക്ക് അപ്രോക്സ് ചെയ്തു. 1.02നെ 1ലേക്ക് അപ്രോക്സ് ചെയ്തു. അപ്പോൾ ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, 1 ബ്രോമിൻ. എംപിരിക്കൽ ഫോർമുല CH2 ബ്രോമിൻ, CH2Br. N ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 എന്നാണ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണ്? വേപ്പർ ഡെൻസിറ്റിയാണ് തന്നെയാണ്. വേപ്പർ ഡെൻസിറ്റി എത്രയാണ്? 94 ആണ്. 94 × 2/94 എന്ന് പറഞ്ഞാൽ 2. മോളിക്കുലർ ഫോർമുല എന്തായി? 2 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല CH2Br ആണ്. അപ്പോൾ എന്താണ് മോളിക്കുലർ ഫോർമുല വരിക? C2H4Br2. ഇനി അടുത്തത് 12th ക്വസ്റ്റ്യൻ. A compound is made up of 2 elements A and B, has A equals 70%, B equals 30%. The relative number of moles of A and B in the compound are 1.25 and 1.88 respectively. If the molar mass of the compound is 160, find the molecular formula of the compound. മാർച്ച് 2016 ചോദിച്ച ചോദ്യം കേട്ടോ. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്.
പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ആഡ് ചെയ്തെന്ന് കിട്ടും 100 കിട്ടും. അപ്പോൾ ഇനി വേറെ ആരും ഇല്ല, അത് മനസ്സിലായി അല്ലേ. ഇനി പിന്നെ മോളാർ മാസും തന്നിട്ടുണ്ട് 160. മോളിക്കുലർ ഫോർമുല കാണാൻ പറയണം. എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും. എ എത്ര തന്നിട്ടുണ്ട്? 70% ആണെന്ന് തന്നിട്ടുണ്ട്. ബി എത്ര തന്നിട്ടുണ്ട്? 30% ആണെന്ന് തന്നിട്ടുണ്ട്. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടുണ്ട് 1.25ഉം 1.88ഉം. സിംപ്ലസ്റ്റ് റേഷ്യോ ഏതാ? 1.25/1.25. ഏതാണ് സിംപ്ലസ്റ്റ് റേഷ്യോ? 1.25. സോ 1.25/1.25 എന്ന് പറയുന്നത് 1 ആണ്. 1.88/1.25 എന്ന് പറയുമ്പോൾ 1.5. ഇനി ഇതിൽ നമ്മൾ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എഴുതുമ്പോൾ അപ്രോക്സ് ചെയ്ത് എഴുതണം അല്ലേ. ഇവിടെ പക്ഷേ 1.5 ആണ്. 5 എന്ന് പറയുമ്പോൾ താഴത്തേക്ക് നമ്മൾ പോകാൻ പറ്റില്ല. അതായത് 1 എന്നും എഴുതാൻ പറ്റില്ല, 2 എന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? × 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. രണ്ട് ഭാഗത്തും എൻ്റെ അവിടെയും ബീൻ്റെ അവിടെയും സിംപ്ലസ്റ്റ് റേഷ്യോയിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടും. 1.5 × 2 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് A2B3A. ഇനി നമുക്കറിയാം എന്ത്? റിലേറ്റീവ് നമ്പർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് അല്ലേ. ഇവിടെ നമുക്ക് അറ്റോമിക് മാസ് എന്താണെന്ന് അറിയില്ല, കാരണം അൺനോൺ എലമെൻറ്റ്സ് ആണ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അറ്റോമിക് മാസ് എന്ന് അറിയില്ല. അറ്റോമിക് മാസ് അറിഞ്ഞാലേ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിലേറ്റീവ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അറ്റോമിക് മാസ് കണ്ടുപിടിച്ചൂടെ? അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ബൈ റിലേറ്റീവ് നമ്പർ, അതായത് 70/1.25, 56 കിട്ടും. ബീൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 30/1.88. പെർസെൻറ്റേജ് 30 ആയിരുന്നു, റിലേറ്റീവ് നമ്പർ 1.88 ആയിരുന്നു. എന്ത് കിട്ടി? 15.957. അപ്രോക്സ് ചെയ്ത് നമ്മൾ 15.96 എഴുതി. എംപിരിക്കൽ ഫോർമുല മാസ് അപ്പോൾ എന്ത് കിട്ടി? A2B3 എന്നായിരുന്നു എംപിരിക്കൽ ഫോർമുല അല്ലേ. സോ എന് എത്രയായിരുന്നു? 56 × 2 + 15.96 × 3. നമുക്ക് എത്ര കിട്ടുക ആൻസർ? 159.88. എംപിരിക്കൽ ഫോർമുലേനെ നമുക്ക് അപ്രോക്സ് ചെയ്ത് 160 എഴുതി കൂടെ. N = മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് = 160/160 = 1. മോളാർ മാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 160 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 160/160 = 1. മോളിക്കുലർ ഫോർമുല എന്താ? 1 × എംപിരിക്കൽ ഫോർമുല, ദാറ്റ് ഈസ് A2B3. ഇനി നമ്മൾ 15th ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം കേട്ടോ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് gmm/Avogadro ആണ്. N എന്ന് പറഞ്ഞാൽ Avogadro, മറന്നിട്ടില്ലല്ലോ. വാല്യൂ എന്താ? 6.023 × 10⁻²3. ഗ്രാം മോളിക്കുലർ മാസ് എന്താ വെള്ളത്തിൻ്റെ H2O എന്നല്ലേ ഫോർമുല. 2 × 1 + 16, ദാറ്റ് ഈസ് 18. 18/6.023 × 10⁻23 എത്ര കിട്ടും? 2.98 × 10⁻23 ഗ്രാം എന്ന് കിട്ടും. അപ്രോക്സിമേഷൻ ചെയ്താൽ 3 × 10⁻23 ഗ്രാം എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് ടൈപ്പ് പ്രസൻറ്റ് ഇൻ 3.42 ഗ്രാം സുക്രോസ്. സുക്രോസിൻ്റെ ഫോർമുല C12H22O11. എങ്ങനെ ചെയ്യാം? 342 ഗ്രാം ഓഫ് സൂക്രോസിൽ നമ്മളിവിടെ എന്താണ് ചോദിച്ചത്? നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചത് അല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചത്. നമ്മുടെ ടിപ്പ് എന്താ? നമ്പർ ഓഫ് ആറ്റംസ് എവിടേക്ക് ചോദിക്കണോ അവിടെ നമ്മൾ ആറ്റംസിൻ്റെ എണ്ണം അവഗാഡ്രോ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 342 ഗ്രാം സൂക്രോസിൽ 12 × 6.023 × 10⁻23 കാർബൺ ആറ്റം ഉണ്ട്. ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. കാർബൺ 12 ആണ് അതിൽ. C12H22O11 എന്നല്ല ഫോർമുല. അപ്പോൾ കാർബൺ 12 ഉള്ള കാരണം 12 × 6.023 × 10⁻23 കാർബൺ ആറ്റംസ് നേടണം. 3.42 ഗ്രാം അപ്പോൾ എത്ര തരും? എക്സ് കാർബൺ ആറ്റം തരും. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് 0.7224 × 10⁻23. ഇനി 342 ഗ്രാം സൂക്രോസിൽ 22 അവഗാഡ്രോ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആറ്റമാണ് അടുത്ത് കണ്ടുപിടിക്കണേ. അപ്പോൾ 342 ഗ്രാം സൂക്രോസിൽ 342 എന്താണ്? സൂക്രോസിൻ്റെ മോളിക്കുലർ മാസ് കേട്ടോ. 22 അവഗാഡ്രോ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3.42 ഗ്രാം സൂക്രോസിൽ എത്ര ഉണ്ടാവും? എക്സ് ഹൈഡ്രജൻ ആറ്റം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 1.325 × 10⁻23 എന്ന് കിട്ടും. ഇനി അടുത്തത് ഓക്സിജൻ ആറ്റത്തിൻ്റെ കാര്യം കേട്ടോ. 342 ഗ്രാം 11 × 6.023 × 10⁻23 ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ 3.42 സുക്രോസിൽ എത്ര ഉണ്ടാവും? എക്സ് ഓക്സിജൻ ആറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.6625 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റം. ഓക്കെ, ഇങ്ങനെ ഡിറ്റോ ഇട്ട് വെക്കരുത്. ഓക്കെ, ഡിറ്റോ ഇട്ട് വെക്കരുത്, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം. അപ്പോൾ അടുത്തത് 22nd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 5 moles ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല C6H12O6. മാർച്ച് 2018 ചോദിച്ചേക്കാണ്. അപ്പോൾ ഓക്സിജൻ ആറ്റമാണ്. നമ്മുടെ ട്രിക്ക് എന്താണ്? ആറ്റം എപ്പോഴൊക്കെ ചോദിക്കണം, നമ്പർ ഓഫ് ആറ്റംസ് എപ്പോഴൊക്കെ ചോദിക്കണോ അപ്പോഴൊക്കെ അവഗാഡ്രോണ്ട് അപ്പം ആറ്റത്തിൻ്റെ എണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 1 mole ഓഫ് ഗ്ലൂക്കോസിൽ 6 ഇൻറ്റു അവഗാഡ്രോ ആറ്റംസ് ഉണ്ടെങ്കിൽ 5 moles ഓഫ് ഗ്ലൂക്കോസിൽ എക്സ് ആറ്റംസ് ഉണ്ടാവും. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.80 ഇൻറ്റു 10⁻25 ആറ്റംസ്. ഇനി അടുത്ത 23rd ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മെഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാംസ്. ജൂലൈ 2017 ചോദിച്ചാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാസ് ഓഫ് മെഗ്നീഷ്യം ആറ്റം എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ അല്ലേ. അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് എന്താ? മെഗ്നീഷ്യത്തിൻ്റെ 24 ബൈ അവഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.023 ഇൻറ്റു 10⁻23. എന്താ ആൻസർ കിട്ടുക? 3.98 ഇൻറ്റു 10⁻23 ആറ്റംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ ആട്ടോ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 1.5 ഇൻറ്റു 10⁻7 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 1.5 ഇൻറ്റു 10⁻7 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾസ് പ്രസൻ്റ് ആണെന്ന് ചോദിക്കണം. അപ്പോൾ ആദ്യം തന്നെ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്രയുണ്ട്? അവഗാഡ്രോ മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ എത്രയുണ്ടാവും? 1.5 ഇൻറ്റു 10⁻7 മോളിക്യൂൾസ് അത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1.5 ഇൻറ്റു 10⁻7 ബൈ 6.023 ഇൻറ്റു 10⁻23, അതായത് 2.49 ഇൻറ്റു 10⁻17 മോൾസ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ 1.6 gram CH4. 1.6 gram CH4ൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. 16 gram CH4ൽ എത്രയുണ്ട്? 10 ഇൻറ്റു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിക്കുമ്പോഴും നമ്പർ ഓഫ് ആറ്റംസ് ചോദിക്കുമ്പോഴും എത്ര എണ്ണം ഉണ്ടോ. ഇലക്ട്രോൺസിൻ്റെ കേസിൽ ഓരോ ആറ്റത്തിലും എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടോ അതൊക്കെ കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ CH4 ആണ്. CH4ൽ കാർബണും ഹൈഡ്രജനും അല്ലേ, 4 ഹൈഡ്രജനുമാണ് ഉള്ളത്. അപ്പോൾ കാർബണിന് എത്ര ഉണ്ട് വാലൻസ് ഇലക്ട്രോൺ? 6. അപ്പോൾ 6 + 4 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു അവഗാഡ്രോ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1.6 gram CH4ൽ എത്ര ഉണ്ടാവും? എക്സ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.023 ഇൻറ്റു 10⁻23. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസൻറ്റ് ഇൻ 0.01 moles ഓഫ് ബേക്കിംഗ് സോഡ. 0.01 moles ഓഫ് ബേക്കിംഗ് സോഡയിൽ എത്ര ഓക്സിജൻ ആറ്റം പ്രസൻ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ബേക്കിംഗ് സോഡയുടെ ഫോർമുല എന്താ? NaHCO3. അപ്പോൾ 1 mol ഓഫ് NaHCO3യിൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചത്. വീണ്ടും നമ്മൾ എത്ര ആറ്റംസ് ഉണ്ടോ അത് അവഗാഡ്രോ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 mol ഓഫ് NaHCO3യിൽ 3 ഇൻറ്റു അവഗാഡ്രോ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 0.01 mol ഓഫ് NaHCO3യിൽ എക്സ് ആറ്റംസ് അല്ലേ ഉണ്ടാവുക. എക്സ് എങ്ങനെയാണ് കിട്ടുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.80 ഇൻറ്റു 10⁻22 ആറ്റംസ്. ഇനി അടുത്തത് 32nd ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 32th ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മെഗ്നീഷ്യം റിക്വയർഡ് ടു റിയാക്ട് വിത്ത് ഓക്സിജൻ സോ ആസ് ടു ഗിവ് 15 gram MgO. അതായത് മെഗ്നീഷ്യം ഓക്സിജൻ കൂടി റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് തരുന്നുണ്ട്. 15 gram മെഗ്നീഷ്യം ഓക്സൈഡ് തരാൻ വേണ്ടിയിട്ട് എത്ര മാസ് ഓഫ് മെഗ്നീഷ്യമാണ് ഓക്സിജൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ കെമിക്കൽ ഇക്വേഷൻ എഴുതുക. എന്താണത്? 2 MgO gives 2 Mg plus O2. ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ. ഇക്വേഷൻ എഴുതാൻ എന്നിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു MgOൻ്റെ മോളിക്കുലർ ഫോർമുല 24 + 16 ദാറ്റ് ഈസ് 40 ഇൻറ്റു 2 80. അപ്പോൾ 80 gram MgO 2 ഇൻറ്റു 24 അതായത് 40. 2 ഇൻറ്റു എന്ന് എഴുതാൻ കാരണം 2 Mg ഉണ്ട്, 2 Mg ഉള്ള കാരണം 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് മെഗ്നീഷ്യം. അറ്റോമിക് മാസ് ഓഫ് മെഗ്നീഷ്യം എന്താ? 24 ഇൻറ്റു 2 48 അല്ലേ. അപ്പോൾ 80 gram MgO 48 gram മെഗ്നീഷ്യം തരാണെങ്കിൽ തന്നിരിക്കുന്ന 15 gram MgO എത്ര ഗ്രാം ഓഫ് മെഗ്നീഷ്യം തരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 15 ഇൻറ്റു 48 ബൈ 80 9 gram തരും. ഇനി അടുത്തത് 33rd ക്വസ്റ്റ്യൻ ആണ്.
കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് 32 gram of CH4 and 32 gram of O2. ഓഗസ്റ്റ് 2018 ചോദിച്ചത് കേട്ടോ. അതായത് 32 gram CH4ഉം 32 gram O2ഉം കൂടി റിയാക്ട് ചെയ്താൽ എത്ര എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ കെമിക്കൽ ഇക്വേഷൻ എഴുതാം. എന്താണ് കെമിക്കൽ ഇക്വേഷൻ? CH4 + O2 ഗിവിങ് CO2 + 2H2. ഇവിടെ H2O നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എഴുതിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? അത് വാട്ടർ വേപ്പറായിട്ട് പോകണോണ്ടാണ്. അപ്പോൾ ഇവിടെ CH4 എത്ര മാസ്? 16. ഓക്സിജൻ എത്രയാണ്? ഓക്സിജൻ 2 എണ്ണം ഉണ്ട് ഓൾറെഡി. അതിൻ്റെ മേലെ വീണ്ടും 2 മോൾസ് വരുന്നുണ്ട്. അപ്പോൾ 4 ഓക്സിജനാണുള്ളത്. അപ്പോൾ 4 × 16 ദാറ്റ് ഇസ് 64 gram. കാർബൺ ഡൈ ഓക്സൈഡ് 44 gram. വാട്ടർ പിന്നെ നമുക്ക് 36 gram തരാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഓക്സിജൻ്റെയും CH4ൻ്റെയും കാര്യമാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 64 gram ഓക്സിജന് 16 gram CH4 വേണമെങ്കിൽ 32 gram ഓക്സിജന് എത്ര വേണ്ടി വരും? X gram. X എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 32 × 16/64 8 gram. അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡ് കാൽക്കുലേഷൻ വഴി ചെയ്യുക. അതായത് 64ൻ്റെ പകുതിയാണ് 32 ഓക്സിജൻ്റെ അവിടെ അല്ലേ. അപ്പോൾ CH4ൽ 16ൻ്റെ പകുതി ആവില്ലേ? അതാണ് 8. അപ്പോൾ 16 gram CH4 64 gram ഓക്സിജനായി കമ്പൈൻ ചെയ്ത് 44 gram CO2 തരാമെങ്കിൽ 8 gram CH4 32 gram O2 വെച്ച് കമ്പൈൻ ചെയ്ത് എത്ര ഗ്രാം തരും? 44ൻ്റെ പകുതി അല്ലേ. 16ൻ്റെ പകുതിയാണ് ഇവിടെ 8, 64ൻ്റെ പകുതിയാണ് 32, അപ്പോൾ 44ൻ്റെ പകുതിയാണ് 22 gram. അത്രയേ ഉള്ളൂ. ഇനി 39th ക്വസ്റ്റ്യൻ കേട്ടോ. 10 gram KOH dissolved in 500 milliliter solution. Calculate the molarity of the solution. Okay. ഇതിൽ WB തന്നിട്ടുണ്ട് 10 gram, V തന്നിട്ടുണ്ട് 500 milliliter. മൊളാരിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. മോളിക്കുലർ മാസ് 56 gram. KOH ആയതുകൊണ്ട്. ഓക്കെ, മോളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? WB × 1000/MB × V. 10 × 1000/56 × 500 0.357 മോളാർ. ഇനി അടുത്തത് 40th ക്വസ്റ്റ്യൻ. 40th ക്വസ്റ്റ്യനിൽ ഞാൻ മിസ്റ്റേക്ക് മുമ്പ് വീഡിയോയിൽ ഇട്ടപ്പോൾ ഈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോറി, ഞാൻ എഴുതാൻ മറന്നതാണ്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷനും കൂടി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോറി കേട്ടോ, ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയി. അപ്പോൾ 40th ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ 20% ബൈ മാസ് ഓഫ് NaOH. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഉണ്ട് 0.82 gram/cc. ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. മൊളാരിറ്റി ഈക്വൽ ടു WB × 1000/MB × V അല്ലേ. WB നമുക്ക് തന്നിട്ടുണ്ട് എന്താ? 20% ബൈ മാസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 20% ബൈ മാസ് എന്ന് പറയുമ്പോൾ എന്താ? 20 gram ഓഫ് NaOH പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ അല്ലേ. അപ്പോൾ 20 gram ആണ് WB, MB 40 gram ആണ്. കാരണം NaOHൻ്റെ മോളാർ മാസ് അതാണ്. ഇനി വോളിയം നമുക്ക് എങ്ങനെ കിട്ടും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് മാസ് നമുക്കറിയാം. മാസ് ഓഫ് സൊല്യൂഷൻ കേട്ടോ. വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ. 1000 ml ഓഫ് സൊല്യൂഷൻ എന്നാണ് മൊളാരിറ്റിയുടെ ഡെഫിനേഷനിൽ പറയണത്. അപ്പോൾ 100 ആണ് എടുക്കേണ്ടത്, അല്ലാണ്ട് തന്നിരിക്കുന്ന 20 അല്ല. അപ്പോൾ 100/0.82 വരുമ്പോൾ വോളിയം 121.95 ml ആവും. 20 × 1000/40 × 121.95 ദാറ്റ് ഈസ് 4.100 മോളാർ. ഇനി 41st ക്വസ്റ്റ്യൻ ആണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് 49% ബൈ മാസ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഇഫ് ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് 1.5 gram/cc. അപ്പോൾ ഇതിലും മൊളാലിറ്റിയും കാണാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ചെയ്യാം? 41st ക്വസ്റ്റ്യൻ. എം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇക്വേഷൻ ചെയ്താൽ അപ്പോഴാണ് നമുക്ക് അറിയുള്ളൂ എന്തൊക്കെ ഇനി കണ്ടുപിടിക്കണം, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ. മൊളാലിറ്റിയാണ് കാണാൻ പറയുന്നത്. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB × 1000/MB × V. ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? WB തന്നിട്ടുണ്ട് 49 gram തന്നിട്ടുണ്ട്. 49% എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ, അത് 49 gram ആണ്. ഇനി മോളാർ മാസ് എന്താ? 98 ആണ്. H2SO4 കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് അല്ലേ നമ്മുടെ സംഭവം, കോമ്പൗണ്ട്. അപ്പോൾ അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 98. അപ്പോൾ നമുക്ക് എന്ത് കാണാം? വോളിയം കാണാം അല്ലേ. വോളിയം കാണുമ്പോൾ മാസ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി തന്നിട്ട് മാസ് തന്നിട്ടുണ്ട്. മാസ് എന്താ? 100/1.5 ഈക്വൽ ടു 66.66 ml. ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 7.500 മോളാർന്ന് കിട്ടും. ഇനി മൊളാലിറ്റിയും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ W/1000/MB/WA. WA എങ്ങനെ കണ്ടുപിടിക്കുക? 100 നിന്ന് WB മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 - 49 51 ഗ്രാം എന്ന് കിട്ടും. WB 49 ആണെന്നറിയാം, MB 98 എന്നറിയാം. അപ്പോൾ 49 × 1000/98 × 51, അതായത് 9.803 മോളാൽ. ഇനി അടുത്തത് 42nd ക്വസ്റ്റ്യൻ. What mass of oxalic acid should be taken to prepare 250 ml of semi-molar solution? Okay. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ ചെയ്താൽ MS = WB × 1000/MB/V. അപ്പോൾ അതിൽ നമുക്ക് മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.5. സെമി മോളാർ എന്ന് പറഞ്ഞാൽ 0.5 എന്നാണ് മൊളാരിറ്റി എടുക്കേണ്ടത്. WB × 1000/126 × 250. WB ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് 15.75 ഗ്രാം എന്ന് കിട്ടും. ഇനി അടുത്തത് 43rd ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വെയ്റ്റ് ഓഫ് KOH ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ 300 ml ഓഫ് സൊല്യൂഷൻ ഹുസ് മൊളാരിറ്റി ഈസ് 0.14 മോളാർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം നോക്കൂ. WB എന്താ നമുക്കറിയില്ല. V തന്നിട്ടുണ്ട് 300 ml. മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.14. മോളിക്കുലാർ മാസ് നമുക്കറിയാം KOHൻ്റെ 56 ആണെന്ന്. മൊളാരിറ്റി എന്താ? WB × 1000/MB/V. WB എല്ലാം കണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. M/MB × V/1000. അപ്പോൾ എന്ത് കിട്ടും? കാൽക്കുലേഷൻസ് ഒക്കെ എന്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? 2.352 ഗ്രാം എന്ന് കിട്ടും. ഇനി 44th ക്വസ്റ്റ്യൻ ആണ്. ഇനി 44th ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് ടു ഫോം അമോണിയ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 × 10³ ഗ്രാം നൈട്രജൻ റിയാക്ട് വിത്ത് 1 × 10³ ഗ്രാം ഹൈഡ്രജൻ. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എമൗണ്ട് അൺറിയാക്റ്റഡും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ 2 × 10³ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് 2000 ഗ്രാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 × 10³ എന്ന് പറഞ്ഞാലോ 1000. അത് ജസ്റ്റ് ഒന്ന് ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ക്വസ്റ്റ്യൻ ആയ കാരണം നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതണം അല്ലേ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. കെമിക്കൽ ഇക്വേഷൻ മാത്രമേ എഴുതിയാൽ പോരാ, ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ N2 + 3H2 ഗിവിങ് 2NH3. 28 ഗ്രാം നൈട്രജൻ. ഇതിവിടെ നമ്മൾ B ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ടാണ് B ആദ്യം കണ്ടുപിടിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഓൺലി ആഫ്റ്റർ നോയിങ് ദി എമൗണ്ട് ഓഫ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഓർത്തെടുക്കുക ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും. അപ്പോൾ B ആണ് നമ്മൾ ആദ്യം ചെയ്യണം കേട്ടോ. 28 ഗ്രാം N2 6 ഗ്രാം ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 2000 ഗ്രാം അല്ലെങ്കിൽ 2 × 10³ ഗ്രാം നൈട്രജൻ എത്ര ഗ്രാം ഓഫ് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 428.57 ഗ്രാം ആയിട്ട് റിയാക്ട് ചെയ്യും. 428.57 ഗ്രാം നമുക്ക് വേണ്ടു, പക്ഷേ 1000 തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എക്സസിലല്ലേ, അപ്പോൾ N2 ആണ് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് പോകുന്നത്. അതങ്ങനെ എഴുതണം. ഹിയർ 428.57 gram H2 is required, but 1000 gram H2 is taken. So H2 is in excess and N2 has completely reacted. Therefore, N2 is limiting reagent. ഇനി നമ്മൾ A കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഓർഡറിൽ തന്നെ എല്ലാത്തിൻ്റെ ആൻസർ എഴുതാമെന്നില്ല. ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കണത് ഇപ്പോൾ A ആണോ B ആണോ C ആണോ ഏതെങ്കിലും ആവട്ടെ, ആദ്യം അത് കണ്ടുപിടിക്കുക, എന്നിട്ട് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. 28 ഗ്രാം N2 ഗിവ്സ്. ഇനിയിപ്പോൾ നമ്മൾ എമൗണ്ട് ഓഫ് അമോണിയയുടെ മാസ് എത്രയാണെന്നാണ് നമ്മൾ നോക്കണം കേട്ടോ. ഇനി 28 ഗ്രാം N2 ഗിവ്സ് 34 ഗ്രാം NH3. എങ്ങനെ 34 കിട്ടിയ? 17 അല്ലേ 34 കിട്ടിയത് 2 മോൾസ് ഓഫ് അമോണിയാണ് ഇവിടെ ഉള്ളത്. 2 × 17 എങ്ങനെ വന്നു? നൈട്രജൻ 14 + 3 17 × 2 34. അപ്പോൾ 28 ഗ്രാം നൈട്രജന് 34 ഗ്രാം അമോണിയ തരാൻ പറ്റുമെങ്കിൽ 2000 ഗ്രാം നൈട്രജന് എത്ര തരാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2428.57 ഗ്രാം തരാൻ പറ്റും. ഇനി അടുത്തത് ചോദിച്ചാൽ എമൗണ്ട് അൺറിയാക്റ്റഡ് ആണ്. ഹൈഡ്രജനല്ല അൺറിയാക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ 1000 നിന്ന് 428.57 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 571.43 ഗ്രാം എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 47th ക്വസ്റ്റ്യൻ ആയിരുന്നു. Calculate the mass of SO3 produced if
500 gram SO2 reacts with 200 gram O2 according to the equation 2SO2 plus O2 giving 2SO3. Identify the limiting reagent. ജൂലൈ 2019 ചോദിച്ച ചോദ്യം കേട്ടോ. ആൻസർ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ലിമിറ്റിംഗ് റീജിയൻ്റെ ക്വസ്റ്റ്യൻ ആയ കാരണം ഇക്വേഷൻ എഴുതാം. 2SO2 plus O2 giving 2SO3. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. SO2ഉം 2 മോൾസും കൂടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് മോളാർ മാസ് 128 gram എന്ന് കിട്ടും. 128 gram SO2 32 gram ഓഫ് ഓക്സിജനിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കണേ. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് വയ്ക്കുക. 128 gram SO2 32 gram O2 ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 500 gram SO2 എത്ര ഗ്രാം ഓഫ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ആ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 500 × 32 by 128 125 gram. 25 ഗ്രാമായി വേണ്ടു, പക്ഷേ 200 gram ഓക്സിജൻ നമുക്ക് തന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ എക്സസിലല്ലേ, അപ്പോൾ SO2 ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, ഇനി 48th ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഫോസ്ഫറസ് പ്രസൻറ്റ് ഇൻ 0.1 mole ഓഫ് ഫോസ്ഫറസ് മോളിക്യൂൾ. ഫോസ്ഫറസ് എക്സിസ്റ്റ് ആസ് P4 മോളിക്യൂളിനും കൂടി ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ പറയുകയാണ്. നമ്പർ ഓഫ് ആറ്റംസ് കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് എത്ര ആറ്റംസ് ഉണ്ടോ അത് അവഗാഡ്രോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.1 mole ഫോസ്ഫറസ് മോളിക്യൂളിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഫോസ്ഫറസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു മോൾ P4 എത്രയുണ്ട്? 4 × അവഗാഡ്രോ ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ 0.1 mole P4 എത്ര ഉണ്ടാവും? എക്സ് ആറ്റം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 0.1 × 4 × അവഗാഡ്രോ, അതായത് 6.023 × 10⁻³ by 1 ഇതല്ല. എന്നിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 2.409 × 10⁻23 ആറ്റംസ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, ഫുള്ളി സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞു, ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.